സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത്. ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എല്ലാം നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ്. ഒരു ഏകോപനവും ഇക്കാര്യത്തിൽ ഇല്ല എന്നതാണ് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. ഒരു ഇനഫിഷ്യൻ്റ് ആയിട്ടുള്ള കെടുകാര്യസ്ഥത, നിഷ്ക്രിയമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തെ എത്ര ദുസ്സഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആരോഗ്യമന്ത്രി എന്താ ചെയ്യുന്നത്? ഈ പകർച്ചവ്യാധികൾ മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നത് കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനാണ്. കാപ്പ കേസിലെ പ്രതികൾ മാത്രമല്ല, എന്നിട്ട് പറഞ്ഞ അയാൾ കാപ്പ കേസിലെ പ്രതിയല്ല എന്ന്. അയാൾ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. അത് ലംഘിച്ചതിൻ്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും കുറ്റകൃത്യം നടത്തിയ ആളാണ് അദ്ദേഹം. എന്നിട്ട് അയാളെ മാത്രമല്ല, SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്ത ഒളിവിലുള്ള ആളെ വരെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച കൂട്ടത്തിലുണ്ട്. ആലോചിച്ച് നോക്കി, പോലീസിൻ്റെ മുമ്പിൽ ഒളിവിലാണ്. SFI എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ, വധശ്രമ കേസിലെ പ്രതിയെ മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രി മാലയിട്ട് സ്വീകരിക്കുക. കഞ്ചാവ് കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുക. ക്രിമിനലുകളെ മുഴുവൻ റിക്രൂട്ട് ചെയ്യുകയാണ് CPM. അതിന് മന്ത്രി പോയി നിൽക്കുകയാണ് സാന്നിധ്യം. അവരെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അവർ ഒരു നിമിഷം അധികാരത്തിലിരിക്കാൻ അവർക്ക് അർഹതയില്ല. അവർ രാജിവെച്ച് ഇറങ്ങി പുറത്തു പോകണം ആരോഗ്യമന്ത്രി. എന്നിട്ടും അവർ ന്യായീകരിക്കുകയാണ്. 62 ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് സ്വീകരിച്ചതൊരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി, ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി ചെയ്യാണ്. അവർക്ക് പകർച്ചവ്യാധികൾ തടയാൻ നേരമില്ല. ഇതാണോ അവർ നിയമസഭയിൽ ചോദിച്ചു ഞങ്ങളുടെ നിലപാട്? ഇതാണോ അവരുടെ നിലപാട്? ഈ ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിക്കുന്നതാണോ നിലപാട്? ഡൽഹിയിൽ അഴിമതിക്കാരെ BJP ചേർന്നാൽ അവർ അഴിമതി വിരുദ്ധരാകും. കേരളത്തിൽ ക്രിമിനലുകൾ CPM-ൽ ചേർന്നാൽ അവർക്ക് വെള്ളപൂശി കിട്ടും. ഈ രണ്ട് സ്ഥലത്തും നടക്കുന്നത് ഒരേപോലത്തെ തന്നെ കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത്. എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കേരളത്തിൽ നടക്കുന്നത്?